പ്രദേശ് ബോട്ട് ക്ലബിന്റെ മനോജ് നയിക്കുന്ന പായിപ്പാട്, ടൗൺ ബോട്ട് ക്ലബിന്റെ മഹേഷ് കുമാർ നയിക്കുന്ന ദേവസ്, FBC നെടുമുടിയുടെ KG മധുസൂദനൻ നയിക്കുന്ന വടക്കേ ആറ്റുപുറം. 4 വള്ളങ്ങളും ഉജ്ജ്വലമായ മത്സരമാണ് കാണുന്നത്. അല്ല, 2 വള്ളങ്ങളാണ് കുതിച്ചു കയറി വരുന്നത്. സുന്ദരമായ മനോഹരമായ ദൂരദർശന്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ പായിപ്പാടും ദേവസ്വമാണ് കുതിച്ചു കയറുന്നത്. അത് പായിപ്പാട് തന്നെയാണ്. 32 നമ്പർ വള്ളം പായിപ്പാടും 15 നമ്പർ വള്ളം ദേവസ്വം തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ്. അപ്പോൾ നോക്കുക, നിതാന്ത ജാഗ്രതയുള്ള അഭ്യാസ പടുക്കളായ ചെറുപ്പക്കാർ പങ്കായി കുത്തി എറിയുക എന്ന് പറഞ്ഞാൽ അതൊരു നിസാര പ്രക്രിയയല്ല, അതൊരു നിസാര കലയല്ല. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളായി 400-ലേറെ തുഴക്കാര്, 5 അമരക്കാര്, അങ്ങനെ 20 അമരക്കാര്, അങ്ങനെ 6 നിലക്കാര്, 6 × 4 24 നിലക്കാർ അങ്ങനെ ഇടിച്ചിടിച്ച് കുതിച്ച് കടന്നു വരികയാണ്. കരിനയമ്പ് കൊണ്ട് കരിഞ്ചിറ കയറി കടന്നു വരികയാണ്. അതെ, പുളിങ്കുന്നും പായിപ്പാടും ദേവാസും വടക്കേ ആറ്റുപുറവും. അതെ, കല്ലടയുടെ ചരിത്രത്തിൽ ഇത്ര ആവേശജനമായ ഒരു മത്സരം നടന്നിട്ടില്ല. പുളിങ്കുന്ന്, പായിപ്പാട്, ദേവാസ്, വടക്കേ ആറ്റുപുറം എന്ത് ഉജ്ജ്വലമായ മത്സരമാണ്. അത് കുതിച്ചു കയറുകയാണ് പായിപ്പാടും ദേവാസും കുതിച്ചു കയറുകയാണ്. തികച്ചും ആവേശജനമായ മത്സരമാണ്. പുളിങ്കുന്ന് പുറകോട്ട് പോയോ, വടക്കേ ആറ്റുപുറം പുറകോട്ട് പോയോ. സുന്ദരമായ 32 നമ്പർ വള്ളം പായിപ്പാടിനും അതെ ദേവാസും തമ്മിലുള്ള സുന്ദരമായ പിടുത്തം. കരിനയമ്പ് കൊണ്ട് കരിഞ്ചിറ കയറി ആ വൈജയന്തികൾക്ക് മധ്യത്തിലൂടെ അങ്ങനെ നീല കലോലിനിയുടെ ആ ഓളപ്പാത്തികളെ ഭേദിച്ചുകൊണ്ട് പായിപ്പാട് ദേവാസ് എത്ര ആവേശജനമായ മത്സരമാണ്. പ്രദേശ് ബോട്ട് ക്ലബിന്റെ മനോജ് നയിക്കുന്ന പായിപ്പാട് അങ്ങനെ കുതിച്ച് കടന്നു വരികയാണ്. നോക്കുക, വൈരക്കല്ലുകൾ പോലെ വെള്ളത്തുള്ളികളെ പാറിപ്പറപ്പിച്ചുകൊണ്ട്, അതേ ധൂമശകരങ്ങൾ പോലെ പാറിപ്പറപ്പിച്ചുകൊണ്ട് ഗജ-ദുരകപദാദികളെ പോലെ കടന്നു വരുന്ന 2 ജലരാജാക്കന്മാർ, നാഗരാജാക്കന്മാർ പായിപ്പാട് ദേവസ്. എന്തൊരു ചടുതയാണ്, എന്തൊരു പ്രകടനമാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു ഉദ്വേഗമാണ്, എന്തൊരു അഭിമാനമാണ്. പ്രദേശ് ബോട്ട് ക്ലബ് മനോജ് നയിക്കുന്ന പായിപ്പാട്, ടൗൺ ബോട്ട് ക്ലബ് മഹേഷ് കുമാർ നയിക്കുന്ന ദേവാസ് 2 വള്ളങ്ങൾ വെടിച്ചിടിച്ച് കയറുകയാണ്. നോക്കുക, സുന്ദരമായ ദൂരദർശന സ്ക്രീനിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടണയാണ് ചാർത്തുന്നത്. പ്രകൃതിയുടെ പശ്ചാത്തലത്തിലൂടെ അങ്ങനെ ഉഴവാക്കി എറിഞ്ഞുകൊണ്ട് അങ്ങനെ പൊതുനാടിന്റെ അഭിമാന ഭാജനങ്ങൾ അംഗക്കച്ചമുറുക്കി ആയോധനകളെ അഭ്യസിക്കുന്ന കുതിച്ചു കയറുകയാണ് പായിപ്പാട് ദേവാസ്. സുന്ദരമായ മത്സരം, ആവേശകരമായ മത്സരം. ആരാണ് ഇവിടെ പറയാനൊക്കില്ല. ആ വൈജന്യന്റെ മത്സരത്തിലൂടെ എന്റെ താളുകളുടെ പ്രോത്സാഹനം ഏറ്റുവാങ്ങിക്കൊണ്ട് പായിപ്പാടും ദേവാസും എന്തൊരു പ്രകടനം, എന്തൊരു ആവേശം, എന്തൊരു കുതിപ്പ്, എന്തൊരു ഉന്മാദം, എന്തൊരു ലഹരി. കരിനയത്തിൽ കരിഞ്ചിറ കയറിക്കൊണ്ട് സുന്ദരമായ ഓളപ്പാത്തുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പായിപ്പാട് ദേവാസ്, മനോജ് നയിക്കുന്ന പായിപ്പാട്, മഹേഷ് കുമാർ നയിക്കുന്ന ദേവാസ്. അങ്ങനെ 2 ക്ലബുകളുടെ വീരനായകന്മാരെ അംഗക്കച്ച മുറുക്കി കുതിച്ച് കടന്നു വരുന്ന ആവേശകരമായ രംഗം. പായിപ്പാട് ദേവാസ് പറയാനൊക്കെ പ്രിയമുള്ളവരെ അത്ര സുന്ദരമായ ഒരു മത്സരം. കല്ലടയുടെ ചരിത്രത്തിൽ ഇത്ര ഉജ്ജ്വലമായ മത്സരം നടന്നിട്ടില്ല. പായിപ്പാടാണോ ദേവാസാണോ എന്തൊരു ആവേശകരമായ മത്സരം. 15 ദേവാസ് കുതിച്ചു കയറുകയാണ്. 1-ാം തുഴക്കാരൻ അത് കുതിച്ച് 2 വള്ളങ്ങൾ സുന്ദരമായ മനോഹരമായ ഫിനിഷിംഗ്. 2-ാം പാദം ഗംഭീരമായിരുന്നു. റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മാന്യ ശ്രോതാക്കൾക്ക് അറിയിക്കുന്നതാണ്. തുടർന്ന് ചരിത്രത്തിന്റെ വീരനായകന്മാരാണെങ്കിൽ പഴമയുടെ നമ്പറിലേക്ക് പായിപ്പാടനും ദേവാസുമാണ് ഏതാണ്ട് ഒപ്പത്തിന് ഒപ്പം ഫിനിഷ് ചെയ്തത്. മഞ്ഞപ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി കാണുക. പായിപ്പാടനും ദേവാസും പ്രദേശ് ബോട്ട് ക്ലബ് കരുനാഗപ്പള്ളി, പായിപ്പാടനും ടൗൺ ബോട്ട് ക്ലബ് കരുനാഗപ്പള്ളി ദേവാസും. മനോജ് നയിക്കുന്ന പായിപ്പാടനും മഹേഷ് കുമാർ നയിക്കുന്ന ദേവാസും ആണ് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നത്. 1-ാം ഹീറ്റ്സില് ആനാരിച്ചുണ്ടൻ എത്തിയെങ്കിൽ 2-ാം ഹീറ്റ്സില് പായിപ്പാടനും ദേവാസുമാണ് എത്തിയിരിക്കുന്നത്. 2-ാം ഹീറ്റ്സ് നമ്പറില് എത്തിയിരിക്കുന്നത് വടക്കേ ആറ്റുപുറം പുളിങ്കുന്നം പുത്തൻചുണ്ടനുമാണ് കടന്ന് വരുന്നത്. പുളിങ്കുന്നം പുത്തൻചുണ്ടൻ, പായിപ്പാടൻ, ദേവാസ്, വടക്കേ ആറ്റുപുറം ഈ 4 ചുണ്ടൻ വള്ളങ്ങളാണ് 2-ാം പാദ മത്സരത്തിൽ മത്സരിച്ചത്. പായിപ്പാടനും ദേവാസും ഒപ്പത്തിനൊപ്പം നിന്നുവെങ്കിൽ ഇപ്പോൾ പുളിങ്കുന്ന് പുത്തൻചുണ്ടനും വടക്കേ ആറ്റുപുറവുമാണ് കയറി കൊണ്ടിരിക്കുന്നത്. തെക്കേക്കര പ്രദേശ് ബോട്ട് ക്ലബ് കൊടുവിളക്കാരുടെ പുളിങ്കുന്ന് പുത്തൻചുണ്ടനും FBC നെടുമുടി വടക്കേ ആറ്റുപുറം ചുണ്ടനുമാണ് ഇപ്പോൾ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കല്ലടയാറിൻ്റെ ഈ ജലരാജാക്കന്മാരാണ് പായിപ്പാടനും
ദേവാസിന്റെയും ശക്തമായ മത്സരമാണ് ഇവിടെ മാറ്റുരച്ചത്. ഇപ്പോൾ ദാ പുളിങ്കുന്ന് പുത്തൻചുണ്ടനും വടക്കേ ആറ്റ് പുറവുമാണ് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജോ ജോസഫ്. നന്ദി ശ്രീ വിജയനാഥ്. ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹിറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ ഗണേശ്, നടുഭാഗം, ജവഹർ തായങ്കിരി, വെള്ളംകുളങ്ങര എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ഗണേശ് വള്ളം 9-ാം നമ്പർ വള്ളം ശ്രീ ഗണേശാണ് അല്പം ലീഡ് ചെയ്യുന്നത്. സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് കൊല്ലംകാരി തുഴയുന്ന ശ്രീ ഗണേശ് കഴിഞ്ഞ കൊല്ലം ജലോത്സവത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീ ഗണേശ് ഇതാ 1-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരികയാണ്. മറ്റു വള്ളങ്ങളെ വള്ളപ്പാടുകൾക്ക് പിന്തള്ളിക്കൊണ്ട് ശ്രീ ഗണേശ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രകടനമായിരുന്നു ആ വള്ളം കാഴ്ചവെച്ചത്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു ഈ